ചിലപ്പോൾ ഈ ചിരിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മുടെ ഉള്ളിലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഉണ്ടാവുമ്പോഴേ കാര്യമുള്ളൂ. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഈ പാട്ട് കേൾക്കും. ഇത് കേൾക്കുമ്പം അനങ്ങുന്നതായിട്ട് എനിക്ക് തോന്നും. അപ്പൊ അതെനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പൊ ആ ആളാണ് ഈ കിടക്കുന്നത് തോളത്ത്. ഇപ്പോഴും ഇന്നും ഞാൻ സ്റ്റേജിൽ ഈ BGM കാൽക്കുലേറ്റ് ചെയ്യാനോ കൗണ്ട് ചെയ്യാനോ എടുക്കുന്ന ടെക്നിക്ക് അത് തന്നെയാണ്. ഒരു ഉള്ളിലുണ്ടാവുന്ന ഒരു ഫയർ ഉണ്ടല്ലോ, അതാണ് ഈ പാട്ടിലെ അഗ്രഷൻ. അത് തെയ്യത്തിന്റെ അല്ല. പലർക്കും പലതാണ് ചായപ്പാട്ട്. ചില ആളുകൾക്ക് ചായ കുടിക്കുമ്പോഴുള്ള പാട്ട്, ചിലർക്ക് അത് ലൈഫ് തന്നെയാണ്. സിതാരേച്ചി, എൻ്റെ ആദ്യത്തെ ഒരു പ്രൊഡക്ഷൻ ഹാപ്പിനെസ് പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത് സിതാരേച്ചിയുടെ ആയിരുന്നു. ഇത്രയും കാലത്ത് ട്രാവൽ ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് സിതാരേച്ചിയുടെ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത സാധനമാണ്. ഇപ്പം ഏറ്റവും റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണെന്ന് തോന്നുന്നു. അതായത് 2 ആഴ്ചയ്ക്കുള്ളിൽ 2 ഇൻഡിപെൻഡൻറ്റ് ട്രാക്സ് റിലീസായി. അതും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 ട്രാക്ക്, ഭഗവതിയും ജിലേബി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ജോബുമായിട്ട് സംസാരിക്കുന്നു, ജോബ് കുര്യൻ. അപ്പോൾ ജോബ് പറഞ്ഞ ഒരു കാര്യം, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ സിതാര ചെയ്യുന്ന ഒരു ശ്രമമുണ്ട്. ഈ ശ്രമം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ് അവർ. അപ്പം അത് ജോബിൻ്റെ ഒരു ഒബ്സർവേഷനായിട്ട് പറഞ്ഞു. ഈ മെയിൻ സ്ട്രീമിൽ പ്ലേ ബാക്കിൽ എത്ര വേണേലും എക്സ്പ്ലോർ ചെയ്ത് സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും അവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരാൾ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് ശ്രദ്ധിക്കണം, ഒരു ബാൻഡിനെ കൊണ്ടുപോകണം എന്നൊരു തോട്ട് വന്നത് എപ്പോഴാണ്? അത് ഒരു പോയിന്റ് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ഓരോ സമയത്തും നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമല്ലോ ഓരോ കാലത്തും. അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ആ കാലത്തൊക്കെ ഇത് പാട്ട് പഠിക്കുക, ഏതെങ്കിലുമൊക്കെ വേദികളിൽ പാടുക എന്നുള്ളത് മാത്രമായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക. അത് ചെയ്തു വരുമ്പോഴാണ് പിന്നെ നമ്മൾ കാണുന്നത്, നമ്മുടെ മുമ്പിൽ കാണുന്നത് പാട്ട് പാടി കേൾക്കുന്നത് സിനിമ പിന്നണി ഗായകരോ അങ്ങനെയൊക്കെയാണ് ടെലിവിഷനിലൂടെ. അപ്പോൾ അതിനുള്ള എന്ത് ചെയ്യാൻ പറ്റും, അപ്പോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് തൊട്ട് മുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ് ആ കാലത്തൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതും നമ്മുടെ മുന്നോട്ടുള്ളൊരു യാത്രേനെ കുറച്ചും കൂടി ഇതാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആവും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ചില പറച്ചിലുകളുണ്ട്, നമ്മുടെ അകത്തു നിന്നുള്ള ചില തോന്നലുകൾ. അത് ചിലപ്പോൾ പ്രായം കൊണ്ടും ഒക്കെ അങ്ങനെ വരുന്നത്. അപ്പം ഇനി ശ്രദ്ധിച്ചാൽ അറിയാം, പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവനവൻ്റെതേന്ന് പറഞ്ഞിട്ടൊരു ഈണമൊക്കെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് കൊണ്ടുപോയി ചെന്ന് അത് പ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതെന്താണെന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാനുള്ളൊരു ആ ഒരു സ്പേസിനാണ് ഞാനൊരു ഈ സ്വതന്ത്രമായിട്ടുള്ള സ്പേസ് എന്ന് വിചാരിക്കുന്നത്. അവിടെ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് പോലെയല്ല, നമ്മളും അവനവനോടും പിന്നെ നമ്മൾ അതിനോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന പ്രേക്ഷകർ എന്നുള്ള ആളുകൾ, അവരുമായിട്ടാണ് ആ കണക്ട്. അതുപോലും രണ്ടാമതാണ്, അവനവനോടാണ് ഫസ്റ്റ് കോൺവെർസേഷൻ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു, അതേപോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ അതിനെ റിലേറ്റ് ചെയ്തിട്ട് അവരത് ആസ്വദിക്കുന്നു എന്നുള്ളതാണ് ഈ സ്പേസിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതെവിടേക്കോ ഈ യാത്രയുടെ ഇടയിൽ തോന്നിയൊരു കാര്യമായിരുന്നു. അതിന് നമുക്ക് ഞാൻ സിനിമയിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സൗഭാഗ്യങ്ങളും മോശമാണെന്നോ അല്ലെങ്കിൽ അതിന് കുറച്ച് കാണുമല്ല. അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നമ്മളുടെ പോപ്പുലർ മീഡിയം എന്നുള്ള രീതി, ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മീഡിയം എന്നുള്ള രീതിയിലുണ്ട്. അവിടുന്ന് കിട്ടിയതാണ് ഈ പറയുന്ന സ്നേഹമൊക്കെ തന്നെ. അതിനെ കൊണ്ടുപോയിട്ട് ഇൻഡിപെൻഡൻറ്റ് സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. പക്ഷെ അതൊരു റിസ്ക് ആണ് ആക്ച്വലി. ഇപ്പം ഒറ്റയ്ക്ക് സിതാര എന്നുള്ള ആള് മാത്രം ഒരു ഷോയ്ക്ക് പോയി ഒരു പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എത്ര വേണേലും പ്ലേ ബാക്ക് സിംഗിൽ പോകാനുണ്ട്, ഇപ്പം ജഡ്ജ്മെൻറ്റ് റിയാലിറ്റി ഷോസ് പോകാനുണ്ട്. ഒറ്റയ്ക്കുള്ള ഒരു യാത്ര ഈസിലി നടക്കുന്ന സമയത്ത് ഒരു റിസ്ക് എടുത്തിട്ട് ഇത്രയും പേരെ ഒരു ബാൻഡായിട്ട് കൊണ്ടുപോയിട്ട് ഓരോ തവണയും അത് നമ്മുടെ ഒരു റിസ്ക് കൂടാണ്. പാട്ടുകൾ ഉണ്ടാക്കണം, അത് വർക്കാകണം, അത് ലൈവ് പെർഫോം ചെയ്യണം, അത് ഡിജിറ്റലി വർക്ക് ആവണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റിസ്ക് എന്ന് ആലോചിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പെർസ്യൂ ചെയ്യുന്നു എന്ന് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. റിസ്ക് ആണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും ഒന്നിങ്ങനെ മടിച്ചേക്കാം, അയ്യോ ഇതിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ എന്നുള്ളത്. ഇപ്പം
എസ്പെഷ്യലി ഇപ്പോൾ സിനിമയിൽ പാട്ട് പാടുന്നതിനെ കുറിച്ചാണെങ്കിൽ അത്തരം അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ തീരുമാനമല്ല ഒരിക്കലും. അത് കാലാകാലങ്ങളിൽ മാറി മാറി വരും. പാട്ടുകാർ മാറും, സംഗീത സംവിധായകർ മാറും. അപ്പോൾ അതിന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് എപ്പോഴും സിനിമയിൽ വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം പോലെ ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പോൾ വേറൊരു സെറ്റ് ഓഫ് സിംഗേഴ്സ് ആയിരിക്കും പാടുക. അപ്പോൾ അത് പൂർണ്ണമായിട്ടും എൻ്റെ കയ്യിലുകളിലുള്ളൊരു കാര്യം. എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഈ വർഷം ഞാൻ ഇത്ര സിനിമ പാടുന്നൊന്നും എൻ്റെ തീരുമാനങ്ങളല്ല. അത് അവരുടെ ചോയ്സിൽ എൻ്റെ പേര് വരുന്നിടത്തോളം കാലം ഞാൻ പാടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അത് ഒരു വശത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒരു കാലത്തും, അത് പാടി തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ വരെ ഞാൻ അത്ര ബോധേഡ് അല്ല. അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതില്ലാത്തൊരു പ്രഷർ തരും നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ സിനിമയുടെ എണ്ണവും പാട്ടിൻ്റെ എണ്ണവും ഒക്കെ എണ്ണിയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. അതിൻ്റെ വഴിക്ക് ആർക്കൊക്കെയാണോ എൻ്റെ ശബ്ദം, അതിൻ്റെ പരിമിതികളും അതിൻ്റെ പോസിറ്റീവും ഉപയോഗിക്കാൻ പറ്റുന്നത് ആരാണോ അവരത് സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മളെന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ ആസ് എ മ്യൂസിഷ്യൻ നമ്മൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു എന്നുള്ളത് തിരിച്ചറിയാനും അതിനെ തിരുത്തി മുന്നോട്ട് പോകാനൊക്കെയുള്ള ഒരു കോൺസ്റ്റൻറ്റ് വർക്ക് നമ്മളുടെ മുകളിൽ തന്നെ നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ ഇൻഡിപെൻഡൻറ്റ് സ്പേസ് എപ്പോഴും നമ്മളെ ഇങ്ങനെ എന്താ പറയുക ലൈവാക്കി നിർത്തുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ രീതിയിലൊരു പറഞ്ഞാൽ പോലും പുറത്തുനിന്നുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ചില സമയത്ത് ചിലപ്പം സിതാര എന്ന് പറഞ്ഞൊരു പ്ലേ ബാക്ക് സിംഗറിൻ്റെ പ്രോഗ്രാം പോലെ ആയിരിക്കും അത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻസിനെയൊക്കെ മാറ്റാൻ ഒരു വലിയ എഫേർട്ട് നമ്മളുടെ സൈഡിൽ നിന്ന് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ പാടി തുടങ്ങുന്ന സമയത്ത് നമ്മളുടേതായിട്ടുള്ള എൻ്റെ ട്രാവലൊന്നും, അപ്പോൾ നമ്മൾ തുടക്ക സമയത്തൊന്നും നമ്മൾ കാണുന്നു മാത്രമേ ഉള്ളൂ, പോകുന്നുള്ളൂ. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് വരുന്നു, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാവുന്നു. അക്കമ്പനി ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ചിലപ്പോൾ വേറെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്, അവർ വേറെ സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്, കാണുന്നത് ചിലപ്പോൾ റിഹേഴ്സലിന് മാത്രമായിരിക്കും. അപ്പോൾ ഈ ഫോർമാറ്റ് എപ്പോഴും എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സ്ഥലത്ത് നിന്നാൽ പോരെ, നമുക്ക് എല്ലാവർക്കും ഒരു സ്ഥലത്ത് നിൽക്കുക, ഒരുമിച്ചാകുമ്പോൾ അത്രയും സമയം ഇൻറ്ററാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ. ഒരു ബാൻഡ് എന്നുള്ള രീതിയിൽ പെർഫോം ചെയ്യാനും യാത്ര ചെയ്യാനും തുടങ്ങിയപ്പോൾ ആദ്യം എടുത്ത തീരുമാനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ച്, അതെങ്ങനെയാണോ യാത്ര ചെയ്യുന്നത്, ഇപ്പം ഒരുമിച്ച് ഒരു വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ അങ്ങനെ, ഞങ്ങൾ താമസിക്കുന്നത് ഒരു സ്ഥലത്തായിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ കഴിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ പോകുന്നതൊക്കെ ഒരു സ്ഥലത്തായിരിക്കണം എന്നുള്ളൊരു തീരുമാനമാണ്. അത് ആദ്യം നമ്മൾ ഇൻറ്റേർണലി അത് ശരിയാക്കാനുണ്ട്. അപ്പം ബാക്കിയുള്ളവർ പിന്നെയും വേറെ രീതിയിൽ, ഇപ്പോൾ ചില സമയത്തൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ കാണാം എന്നെ വേറെ ഹോട്ടലിൽ വേറെ റൂംസൊക്കെ എടുത്തു തരും. അപ്പോൾ ഭയങ്കര വലിയ, അപ്പോൾ എനിക്കത് അതൊരു സൗകര്യമാണ് അവരെനിക്ക് ചെയ്തു തരുന്നത്. ചിലപ്പം ഈ ടെലിവിഷനിലൊക്കെ കണ്ടുള്ളൊരു പരിചയത്തിൻ്റെയൊക്കെ മുകളിലും സ്നേഹം കൊണ്ടും ചെയ്യുന്നതാണ്, കൂടുതൽ സൗകര്യത്തിൽ നിൽക്കട്ടെ എന്ന്. പക്ഷെ അത് എനിക്ക് അസൗകര്യമാണ്. എനിക്കെപ്പോഴും എൻ്റെ എന്താ പറയുക ഫെലോ മ്യൂസിഷ്യൻസിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ്, അപ്പോഴാണ് ഈ ഇൻറ്ററാക്ഷൻ നടക്കുന്നത്, അപ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്, കൂടുതൽ ബോണ്ടിങ് ഉണ്ടാവുന്നത്. ഒരു ഫാമിലി പോലെ വർക്ക് ചെയ്യണം ഒരു ബാൻഡ്, ഒരു ഓൺസെമ്പിൾ പോലെയോ അല്ലെങ്കിൽ ഒരു വേദിയിൽ പരസ്പരം കാണുന്നത് പോലെയോ അല്ല. ഞങ്ങൾക്ക് പല കാര്യങ്ങളും പരസ്പരം അറിയേണ്ടതുണ്ട്. അപ്പം ആ ഒരു ചേഞ്ചൊക്കെ നമ്മൾ ആദ്യം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കണം. അത് നമ്മൾ പുറത്തുനിന്ന് ഒരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല. നമ്മൾ ഇത് സിനിമയുടെ ഒരു എന്താ പറയുക, സിനിമ തരുന്നൊരു ഭയങ്കരമായിട്ടുള്ള സൗകര്യങ്ങൾ, ഗ്ലാമർ, അതിൻ്റെ പണമൊക്കെ ഉണ്ടല്ലോ, അതിന് ഏറ്റവും വയസ്സായിട്ട്, കാരണം ഇതിൽ പണവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇവിടെ ആരും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വേറെ ആരും അല്ല പണം ചിലവാക്കുന്നത്, നമ്മൾ തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പം നമ്മളും ഹാപ്പി ആയിട്ടിരിക്കും. നമ്മുടെ ചുറ്റുള്ളൂ ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ഉണ്ടാവുമ്പോഴേ കാര്യമുള്ളൂ. എനിക്കൊരു ഗ്രോത്ത് ഉണ്ടായത് കൊണ്ട് അത് ഒരു ബാൻഡിനെയോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരെ റിഫ്ലക്റ്റ് ചെയ്യില്ല. അത് എല്ലാവർക്കും ഗ്രോത്ത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് അതിലേറ്റവും ഉത്തരവാദിത്തമുള്ള ആളുടെ ഒരു, ഐ മീൻ അതാണ് റെസ്പോൺസിബിലിറ്റി. ഈ ആദ്യമായിട്ട് അങ്ങനെ ആലോചിച്ചപ്പം ഉണ്ടാക്കിയൊരു ഈണം, ആദ്യമായിട്ട് റിലീസ് ചെയ്തതാവാൻ, ചിലപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല, സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കണം എന്നുള്ളിലൊരു ആഗ്രഹം ഇങ്ങനെ തുടങ്ങിയിട്ട് ആദ്യം ചെയ്ത പാട്ട് വെറുതെ മൂളലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പ്രാർത്ഥനയാണെങ്കിൽ പോലും സ്കൂളിലൊരു പ്രാർത്ഥന ചൊല്ലണ ഒരു സെറ്റ് ഓഫ് കുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു തരം ഈ ഈണത്തിൽ സ്ഥിരം പാടുന്ന ഒന്ന് മാറ്റിയിട്ട് പാടിയിട്ടൊക്കെ ഉണ്ട്. ഞാൻ വേറെ ഈണമൊക്കെ ഞങ്ങൾ കൂട്ടത്തിൽ ഇരുന്ന് ട്രൈ ചെയ്ത് പാടി നോക്കിയിട്ടൊക്കെ ഉണ്ട്. അതുണ്ടായിട്ടുണ്ട്. സ്ഥിരം ആരെങ്കിലും സ്കൂളിൽ പാട്ട് പാടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ഈ മലയാള പദ്യമൊക്കെ ടീച്ചർമാർ വേറെ ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയി പാടിക്കുമല്ലോ, അപ്പോൾ നമ്മളതിന് ചെറിയ ചേഞ്ചൊക്കെ വരുത്തി സ്ഥിരമുള്ള ഇടത്തുനിന്ന് മാറ്റിയിട്ട് പാടണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാണ്ട് അതൊക്കെ എല്ലാവരുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ. അല്ലാണ്ട് ഒരു പാട്ട് ഒരു ഫോമിൽ ചെയ്യാന്നുള്ളത് ഞാൻ ആദ്യമായിട്ട്, എൻ്റെ ആകാശം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് ഇങ്ങനെ എഴുതി വെച്ചിരുന്നൊരു കുറിപ്പുണ്ട്. അപ്പോൾ അതിനൊരു മീറ്ററിലൊന്നുമല്ല, എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എഴുതി വെച്ചൊരു കുഞ്ഞി ജോട്ട് ചെയ്ത് വെച്ചത്. അപ്പം അത് ആണ് ആദ്യമായിട്ട് ഒരു പാട്ടായിട്ട് ഇറക്കണം. അന്നൊരു ബാൻഡൊന്നുമില്ല. അന്ന് എനിക്ക് പരിചയമുള്ള മ്യൂസിഷ്യൻസിനെ വെച്ചിട്ട് ലൈവ് റെക്കോർഡ് ചെയ്ത് അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതിന് ശേഷവും പിന്നെ 1-2 പാട്ടുകൾ അങ്ങനെ ചെയ്തു.
പിന്നെ ഈ വേദികളിൽ പോയി തുടങ്ങിയപ്പോഴാണ് നമുക്ക് സ്ഥിരമായിട്ടൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണം, അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും ഓരോരുത്തരായിട്ട് ആദ്യം ലിബോയിനെ പരിചയപ്പെടുന്നു, ഗിറ്റാറിസ്റ്റ് ലിബോയിനെ പരിചയപ്പെടുന്നു. ലിബോയ് തന്നെ പിന്നെ ഡ്രമ്മറായിട്ടുള്ള മിഥുനെയും അജയ് ബേസ് ഗിറ്റാറിസ്റ്റ് അജയനെയും പരിചയപ്പെടുത്തുന്നു. പിന്നെ വിജോ ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഗിറ്റാറിസ്റ്റ് ലീഡ് ഗിറ്റാറിസ്റ്റിനെ വേറൊരു ഷോൻ്റെ ഭാഗമായിട്ട് കൂടെ വന്നപ്പം ഇത് കുറേ കാര്യങ്ങൾ മ്യൂസിക് മാത്രമല്ലല്ലോ, ഒരു പേഴ്സണാലിറ്റിയും ആസ് എൻ ഇൻഡിവിജ്വൽ ഒക്കെ സിങ്ക് ആവണ്ടേ. അത് കഴിഞ്ഞ് ശ്രീനാഥിനെ ഇത്ര വർഷങ്ങളായിട്ട് എനിക്കറിയാം, ശ്രീനാഥ് കൊൽക്കട്ടയിലുള്ള സമയത്തെ അറിയാം. ശ്രീനാഥിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഇവരെല്ലാവരും തന്നെ ഇൻക്രെഡിബിളി ടാലൻറ്റഡ് ആയിട്ടുള്ള മ്യൂസിഷ്യൻസാണ്. അപ്പോൾ വന്ന് ചേർന്നപ്പോൾ എന്താ വെച്ചാൽ പലരുമായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർ വന്നപ്പോൾ ഇത് എൻ്റെ സ്വന്തം ആളുകളാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് എവിടെയോ ഒരു സ്പാർക്ക്, ഒരു ലോക്ക് ആവുമല്ലോ എല്ലാം. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ്. അപ്പം പാട്ടുകൾ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ചില പാട്ടുകൾ വേദിയുടെ തൊട്ട് മുമ്പൊക്കെ ഞങ്ങൾ വെറുതെ പാടി നോക്കിയിട്ടുണ്ട്, ജാം ചെയ്തതിൻ്റെ പോലെ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. പിള്ളേരൊക്കെ അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഈ മറ്റേ അരുതരുതും പിള്ളേരും ഒക്കെ ഒരു ഫോം വരുന്നത്. പക്ഷെ എല്ലാം ലൈവ് പാടി വേദിയിലെ ആൾക്കാരുടെ അടുത്ത് പാടിയതിന് ശേഷമാണ് പിന്നെ ട്രാക്ക് ചെയ്തിട്ടുള്ളത്. ഈ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഗാനമേള എന്നുള്ള രീതിയിൽ ഒരുപാട് സ്റ്റേജുകളിൽ പോയിട്ടും ക്രൗഡിനെ കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ്. എന്നിട്ട് ഈ സ്വന്തം പാട്ടുകളുടെ ഇൻഡി സോങ്സിൻ്റെ ലൈവ് പെർഫോമൻസിലേക്ക് ബാൻഡിലേക്ക് വന്നപ്പം അൺലേണിംഗ് ഉണ്ടായിട്ടുണ്ടോ? അൺലേണിങ് കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ പഠിച്ചതൊന്നും വെറുതെ ആയിട്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു അറിവും പാഴായി പോവില്ല എന്ന് ഞാൻ വിളിക്കുന്നത്. ഞാൻ ചെയ്ത ഒരു കാര്യത്തിനും എനിക്ക് അയ്യോ അത് ചെയ്യണ്ടായിരുന്നു ഇത് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടേ ഇല്ല. അതൊരു നമ്മുടെ എന്താ പറയുക ഏജിങ്ങിൻ്റെ അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രോത്ത് ഇൻ ദ സെൻസ് ഞാൻ വലിയ ആളാവുന്നു എന്നുള്ള രീതിയിലല്ല, അതൊരു പ്രോസസ്സാണല്ലോ ഇങ്ങനെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞത്. അതിൽ ഒരു കാര്യവും വെറുതെ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നില്ല. പഠിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും, ഇപ്പോൾ ഡാൻസ് പഠിച്ചു, ഇപ്പോൾ ഞാനത് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, പക്ഷെ അതാവട്ടെ അല്ലെങ്കിൽ ഞാൻ ഒരു സമയത്ത് എപ്പോഴും ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ പോവുമായിരുന്നു. അതൊന്നും തന്നെ വെറുതെ ആയിട്ടില്ല. പിന്നെ കണ്ട ആൾക്കാർ, പരിചയപ്പെട്ട ആൾക്കാർ, ചെറിയ ചെറിയ റെക്കോർഡിങ്സ്, ഇപ്പോൾ സിനിമ റെക്കോർഡിങ് മാത്രമല്ല നോൺ ഫിലിം റെക്കോർഡിങ്ങുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള മ്യൂസിഷ്യൻസൊക്കെ ആ ഓൾഡ് സ്കൂൾ മറ്റേ പാറ്റേണിലുള്ള റെക്കോർഡിങ് ഇപ്പോഴും ചെയ്യാറുണ്ട്. ഒറ്റയടിക്ക് പാടിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ആകാശവാണിയിൽ പാടിയിരുന്ന സമയങ്ങൾ. അങ്ങനെ എൻ്റെ ഒരു എന്താ പറയുക ഒരു ആസ് എ മ്യൂസിക് സ്റ്റുഡൻറ്റ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഗാനമേളകൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാനില്ല. കാരണം അത്രയും ജനങ്ങളുണ്ട്, അത്രയും ആൾക്കാർ, ചിലതൊക്കെ ഈ പറഞ്ഞ മാതിരി പലതരം പാട്ടുകാർ, ഒരു പ്രോഗ്രാമിൽ തന്നെ പലതരം ഗായകർ, അവർ വേദികളെ ഇപ്പോഴും ഇപ്പം നമ്മളിപ്പോൾ എല്ലാ മെയിൻ സിംഗേഴ്സും അല്ലെങ്കിൽ പ്ലേ ബാക്കിലുള്ള എല്ലാവരും ഈ പറഞ്ഞ മാതിരത്തെ ഇൻറ്ററാക്ഷൻസും ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഒരിടയ്ക്ക് ഇപ്പോൾ ഗാനമേളകളിലൊക്കെ തന്നെ ഈ ഫാസ്റ്റ് സോങ്സ് ഒക്കെ പാടാൻ വേറെ തന്നെ സ്കിൽഡ് സിംഗേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഡാൻസ് ചെയ്ത് പാടുന്നതും അവർ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതൊക്കെ അത്ഭുതത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട് ഞാൻ. ഇത് എങ്ങനെ ഇവർക്ക് പറ്റണേ, ഇത്രയും പേരോട് ഒരു ഭയവും ഇല്ലാണ്ട് ഇങ്ങനെ സംവദിക്കാൻ പറ്റണം എങ്ങനെയാണ്. അപ്പം ഒന്നും തന്നെ ഞാനിപ്പോഴും ഇപ്പം നമ്മൾ ബാറ് കൗണ്ട് ചെയ്യാന്ന് പറയും. ആ കൗണ്ട് ചെയ്യാനുള്ള ഒരു ടെക്നീക്ക് എന്നെ ആദ്യമായിട്ടൊരു വേദിയിൽ പാടിപ്പിച്ച കോഴിക്കോട് പപ്പമാമെന്ന് ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത്. പപ്പേട്ടൻ എന്ന് വിളിക്കണേ ഭയങ്കര സീനിയർ മ്യൂസിഷ്യനാണ്. അദ്ദേഹം ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ കുട്ടികളുടെ ഗാനമേള എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ ഞങ്ങൾ സുഹൃത്തുക്കൾ കുറേ പേര്. അപ്പോൾ ഈ ഗാനമേളയിൽ എപ്പോഴും ഈ തുടങ്ങുമ്പോൾ തെറ്റും. തുടങ്ങേണ്ട സ്ഥലം മ്യൂസിക് കഴിഞ്ഞ് BGM കഴിഞ്ഞ് തുടങ്ങേണ്ട സ്ഥലം തെറ്റും. അപ്പോൾ അതിന് മൂപ്പർ പറഞ്ഞു തന്നൊരു ഇതുണ്ട്, ഇത്ര ഫ്ലൂട്ടിൻ്റെ ശബ്ദം ഇങ്ങനെ 8 തവണ ഇങ്ങനെ എണ്ണുമ്പോൾ വരും, അത് കഴിഞ്ഞ് വയലിൻ ഇത്ര തവണ എണ്ണുമ്പോൾ വരും. ഇന്നും ഞാൻ സ്റ്റേജിൽ ഈ BGM കാൽക്കുലേറ്റ് ചെയ്യാനോ കൗണ്ട് ചെയ്യാനോ എടുക്കുന്ന ടെക്നിക്ക് അത് തന്നെയാണ്. അപ്പോൾ അതൊന്നും മറക്കുകയില്ല നമ്മുടെ മനസ്സിനെ. അപ്പോൾ എല്ലാം അവിടെ ഇങ്ങനെ എച്ചഡായിട്ട് കിടക്കും. ഈ ജിലേബി എന്ന് പറയുന്ന പാട്ട് ഒറ്റയ്ക്ക് കമ്പോസ് ചെയ്ത പാട്ടാണ്. അത് ഈ എൻ്റെ ആകാശമൊക്കെ പോലെ ഒറ്റയ്ക്ക് കമ്പോസ് ചെയ്തതാണ്. അതേ സമയത്ത് തന്നെ ഭഗവതി ബാൻഡായിട്ട് കമ്പോസ് ചെയ്തതാണ്. ഈ ഒറ്റയ്ക്ക് ഒരു കമ്പോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ബാൻഡായിട്ട് കമ്പോസ് ചെയ്യുമ്പോൾ അത് വേറൊരു രീതിയിലായിരിക്കും, എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് പൊതുവെ? ഒരു കമ്പോസർ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാമതൊരു ഭാരിച്ച വാക്കാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങളെ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സംശയമാണ്. അങ്ങനെ സ്കോർ എഴുതി കമ്പോസ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളല്ല നമ്മളാരും തന്നെ. ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ പറയണത്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം പുറത്തുള്ള ഒരുപാട് മ്യൂസിഷ്യൻസ്, ഇപ്പോൾ കല്യാണിയൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് പാടുന്നൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പാട്ടുകൾ ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. അങ്ങനെ കറക്റ്റായിട്ട്
ആ ഒരു ഫോമിലല്ല ഇത് ചെയ്യണേ. നമ്മുടെ ആ ഒരു മെലഡിയുടെ സ്ട്രക്ചർ മാത്രമാണ് പലപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പം ബാൻഡിനകത്തുള്ള സോങ്സ് ആണെങ്കിലും അരുതരുതാണെങ്കിലും പിള്ളേരാണെങ്കിലും ചായപ്പാട്ടാവട്ടെ, ഇതിൻ്റെയൊക്കെ ആ മെയിൻ മെലഡി സ്ട്രക്ചറാണ് ആദ്യമായിട്ട് ഞാനൊന്ന് പാടുക. അതിൽ ഇവർ ഒരു തരുന്നൊരു ട്രസ്റ്റ് ഉണ്ട് ബാൻഡ് മേറ്റ്സ്. അപ്പം പാടി നോക്കുമ്പം എന്നിട്ട് അവർ അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കും. ചില സമയത്ത് നേരെ തിരിച്ചാണ്, അവർക്ക് ഇഷ്ടമുള്ളൊരു റിഫോ അങ്ങനെ എന്തെങ്കിലും അവരൊന്ന് പ്ലേ ചെയ്യും. എന്നിട്ട് അതങ്ങനെ ഗ്രൂവ് ചെയ്തിട്ട് അവർ കുറേ നേരം ഇങ്ങനെ ജാം ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിനകത്ത് എന്തെങ്കിലും മെലഡി ഫിറ്റ് ചെയ്യാൻ പറ്റുമോ, ഫിറ്റിന് ആവുന്ന എന്തെങ്കിലും മെലഡി വരുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിക്കും. അങ്ങനെ പിന്നെ ശ്രീനാഥുമായിട്ട് സംസാരിക്കും, മെലഡി ഒന്ന് ചേഞ്ച് ചെയ്ത് പോകാൻ എന്തെങ്കിലും ഒരു അങ്ങനെ കുറേ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു ഈക്വൽ കോൺട്രിബ്യൂഷനാണ് അതിലുണ്ടാവാറുള്ളത്. ഇപ്പം ചായപ്പാട്ടിൻ്റെയും അപ്പം അല്ലെങ്കിൽ അന്തിവിണ്ണിൽ അമ്പിളിക്കല, ജിലേബിയൊക്കെ ആണെങ്കിൽ അതൊരു കുഞ്ഞു പാട്ട് പോലെയാണ് ഞാൻ അതിനെ കണ്ടിരുന്നത്. ഒരു പാട്ടും ഒരു കംപ്ലീറ്റ് ട്രാക്കും വ്യത്യാസമുണ്ടല്ലോ. ഈ പാട്ട് ഇപ്പോൾ ചായപ്പാട്ട് നമുക്ക് വെറുതെ മൂളാം, ജിലേബി ആണെങ്കിലും വെറുതെ മൂളാം. അപ്പം അത് മോഹൻ പരാരിയുടെ വരികൾ തന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു കൊളാബറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ വരികൾ കാണുമ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് വന്നിട്ടുള്ള അതിലൊരു 100 സാധ്യതകൾ ചിലപ്പോൾ ആ വരികളിൽ ഉണ്ടായിരിക്കും. കാരണം മോഹൻ്റെ വരികൾ അതിമനോഹരമാണ്. മറ്റിടത്തൊക്കെ ഞാൻ പലപ്പോഴും മെലഡി ഉണ്ടാക്കിയിട്ട് ഹരിയേട്ടൻ എഴുതി തരിക ചെയ്തിട്ടുള്ളത്, നമ്മളൊരു തീമൊക്കെ പറഞ്ഞിട്ട്. മോഹൻ്റെ വരികൾ കിട്ടുമ്പം അതിനകത്തുനിന്ന് എനിക്ക് അതിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളൊരു ഈണം പാടും. അത് മോഹൻ ഓക്കെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഞാനത് ആ മെലഡി പാടിക്കൊടുക്കും. അത് 6091 ഗോപിയാണത് മ്യൂസിക്കലി അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ജിലേബി. അപ്പോൾ ഭഗവതി എന്ന് പറഞ്ഞ ട്രാക്കിനൊരു പ്രധാന കാരണം ഏട്ടൻ എന്ന് പറഞ്ഞ ആള് തന്നെയാണ് ഞാൻ പറയാം. കാരണം ഡോക്ടർ സജീഷ് അവിടെ കരിവള്ളൂർ ജനിച്ച് വളർന്നിട്ടുള്ള കറക്റ്റ് പയ്യന്നൂരുകാരനാണ്. അപ്പം ഈ കഥ ഞാൻ ആദ്യം കേൾക്കുന്നതും അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഈ ഇപ്പം തെയ്യം നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവുന്നതൊക്കെ ആ ഒരു ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായത് കൊണ്ടാണ്. അപ്പം മുച്ചിലോട്ട് ഭഗവതി തെയ്യം കാണാൻ പോയിരുന്നു അല്ലേ? പോയിരുന്നു വെച്ചാൽ ഇതില് ഇപ്പൊ ഈ ഭഗവതി വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ചർച്ച വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അനുഷ്ഠാന കലയാണല്ലോ. ഇതിന് നിങ്ങൾ പോപ്പുലർ മീഡിയത്തിൽ ഉപയോഗിക്കുമ്പം അതിനെപ്പറ്റി അവിടുത്തെ ആളുകളുടെ മനസ്സ്, അതിന്റെ സെന്റിമെന്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി അതിൽ ഇൻവോൾവ് ആണ്. അപ്പം വളരെ കുറച്ച് പേരാണെങ്കിലും അങ്ങനത്തെ ചില കമൻസ് ഞാൻ കണ്ടിരുന്നു. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു പ്രധാന കാരണം വെച്ചാൽ ഇത് തെയ്യത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ അല്ല അത് സത്യത്തിൽ. അത് നമുക്കങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യം. ഈവൻ തെയ്യത്തിന് നേരിട്ട് ആ പരിസരത്ത് ചെന്നിട്ട് അത് ഡോക്യുമെൻ്റ് ചെയ്യാൻ വിചാരിച്ചാൽ പോലും അത് പോസിബിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് വല്ലാത്തൊരു അനുഭവമാണ്. തെയ്യം നമുക്ക് അവിടുന്ന് കാണുമ്പം ആ കണ്ട അനുഭവം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, അത് വാക്കുകളിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ പോലും നമുക്ക് പറ്റില്ല. അത്രയും ഡീറ്റെയിലിംഗ് ഉള്ള, നമുക്ക് സർറിയലിന് തോന്നുന്ന ഒരു സ്പേസിലാണ് അത് നിൽക്കുന്നത്. അപ്പം നമുക്കിത് മനുഷ്യരാണ്, നമ്മൾക്ക് പരിചയമുള്ള ആളുകളായിരിക്കാം, നമ്മളുടെ ചുറ്റും നമ്മൾ കണ്ടിട്ടുള്ളവർ ഇൻട്രാക്ട് ചെയ്തവരാണെന്നൊക്കെ അറിഞ്ഞിട്ട് പോലും നമ്മളുടെ എല്ലാ ലോജിക്കും യുക്തിയൊക്കെ വെച്ച് ആലോചിച്ചാൽ പോലും അത്രയും മനോഹരമായിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കുറേ വിശ്വാസങ്ങളും കൂടി അതിനോട് ചേർന്ന് വരുന്നുണ്ട്. അപ്പം തെയ്യത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ദയവ് ചെയ്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്ത് ഞങ്ങൾക്ക് പോലും അത് സാറ്റിസ്ഫൈഡ് ആവില്ല. നേരെ മറിച്ച് ഇത് മുച്ചിലോട്ട് ഭഗവതിയുടെ ഒരു കഥയുണ്ട്. അതിന് ആ ഒരു എന്താ പറയുക, ആ കഥയ്ക്ക് വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു റെലവൻസ് ഉണ്ട്. അത് പൂമാതയുടെ കഥ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. വളരെ മെടുക്കിയായിട്ടുള്ളൊരു പെൺകുട്ടി, അവളുടെ മെടുക്കിൽ അസൂയ പൂണ്ട ഒരു കൂട്ടം ആളുകൾ ഭ്രഷ്ട് കൽപ്പിക്കുകയും പിന്നീട് അൺഫോർച്ചുനേറ്റ്ലി അവർ ജീവിതം അവസാനിക്കുകയും ചെയ്യുന്ന ഒരു എന്താ പറയുക, നമ്മൾ പല ഇടങ്ങളിലും പല ഫോക്ലോറിലും കണ്ടിട്ടുള്ളൊരു സീഡുണ്ട് കഥയുടെ. അത് തന്നെയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കഥയും. അപ്പോൾ അതിന് റെലവൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ കഥയെ പാട്ടാക്കിയത്. അതിനകത്ത് ഈ എന്താ പറയുക, ഇങ്ങനെ അതിൻ്റെ ബിംബങ്ങളും ഇങ്ങനത്തെ ഇതിൻ്റെ അടയാളങ്ങളും ഒക്കെ പോലെ തെയ്യത്തിൻ്റെ അതും ഈ പറഞ്ഞ മാതിരി ഇതിന് അനുഷ്ഠാന കല പോലെ ചെയ്യുന്ന ആളുകൾ അത് പോപ്പുലർ മീഡിയത്തിൽ വന്ന് ചെയ്യില്ല. അവർക്ക് അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് ചെയ്യുന്നതിന് അവർ തയ്യാറല്ല അതിന്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമിലർ ആയിട്ടുള്ള ആക്ടേഴ്സ് വേണം. അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സാധനം ഉപയോഗിക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഇതിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ആ കഥയുടെ ഭംഗിയാണ്, ആ കഥയുടെ സൗന്ദര്യമാണ് നമ്മൾ, കാരണം അത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നൊരു കഥയാണല്ലോ. നമ്മളിപ്പോൾ ഗ്ലോക്കലി മലബാർ എന്നാണ് പ്രോജക്ട് മലബാരിക്കസിൻ്റെ ടാഗ് ഉള്ളത്. അപ്പം നമ്മൾ ലോക്കലി പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ പ്രൊമൈസസിൽ പരിചയമായിട്ടുള്ളൊരു കഥയ്ക്ക് വളരെ ഗ്ലോബൽ ആയിട്ടുള്ളൊരു റെലവൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഭാഷയിൽ പറയാൻ
അത് ഏട്ടനാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ടൊരു പാട്ടായിട്ട് എഴുതി തന്നു, പാട്ടായിട്ട് എഴുതി തരിക ചെയ്തത്. എന്നിട്ട് അത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വെറുതെ ഒരു ചെയ്ത് നോക്കിയപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ചെയ്ത്. പാട്ടിനകത്തൊരു അഗ്രഷൻ ഉണ്ട് ഭഗവതി എന്ന് പറയുമ്പോൾ. അപ്പം വേറെ ഭഗവതി തെയ്യങ്ങളൊക്കെ ഉണ്ട് വളരെ അഗ്രഷനുള്ള, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആ ഒരു രൗദ്രഭാവത്തിലൊക്കെ കാണുന്നത്. നേരെ മറിച്ച് മുച്ചിലോട്ട് ഭഗവതി ഭയങ്കര ശാന്തസ്വരൂപിണിയാണെന്നാ പറയുക. അതിൻ്റെ മൂവ്മെൻറ്റ്സ് പോലും ഭയങ്കര സ്ലോ ആണ്, എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഭയങ്കര കാമായിട്ടുള്ളൊരു ഒരു രൂപമായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ കാണും ചെയ്തിരുന്നത്. പക്ഷെ ഈ പാട്ടിലുള്ള അഗ്രഷൻ എന്ന് പറയുന്നത് ആ മുച്ചിലോട്ട് ഭഗവതി തെയ്യത്തിന്റെ അഗ്രഷനല്ല, നേരെ മറിച്ച് ആ കഥയിലുള്ള മുച്ചിലോട്ട് ഭഗവതി ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട്, അവർ ഉള്ളിലൊരു ഫയർ ഉണ്ട്. അതായത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലൈറ്റ്, ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നതെന്നുള്ള ഒരു പെൺകുട്ടിയുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവല്ലോ. ഏറ്റവും അറിവുള്ള ആള്, അതാണ് അറിവുകളുടെ അകം കണ്ടോൾ, പൊരുളുകളുടെ പുറം കണ്ടോൾ. നൃത്തത്തിലും എടുക്കി, സംഗീതത്തിലും എടുക്കി കുറച്ച്. എന്നിട്ട് അവിടുത്തെ പ്രമാണികമായിട്ടുള്ള കുറച്ച് ആളുകൾ ചോദ്യം ചോദിച്ച ആ ചോദ്യത്തിന്റെ ഉത്തരം അവിവാഹിതമായിട്ടുള്ള ഒരാൾ എങ്ങനെ പറയുന്നു എന്നുള്ളതിന്റെ പേരിലാണ് അവരുടെ കഴിവുകളാണ് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു ഉള്ളിലുണ്ടാവുന്ന ഒരു ഫയർ ഉണ്ടല്ലോ, അതാണ് ഈ പാട്ടിലെ അഗ്രഷൻ. അത് തെയ്യത്തിന്റെ അല്ല. തെയ്യം എന്നുള്ളത് മാത്രമല്ല, ഒരു സ്ത്രീ അല്ലെങ്കിൽ വുമൺ പവർ എന്നൊക്കെയുള്ള കുറേ ഏരിയാസും അതിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ കിട്ടാറുണ്ടോ ആ സബ്ജക്റ്റുമായിട്ടും? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന, നമ്മളുടെ ഉള്ളിൽ എവിടേക്കോ സ്പർശിച്ചു പോയ കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അതാണ് കാരണം, നമ്മൾക്ക് വേറെ ആരോടൊരു ഇതില്ല, ഉത്തരവാദിത്തം ഇല്ല ആ കാര്യത്തിൽ. അതായത് ഇവിടെ നമുക്ക് തൃപ്തിപ്പെടുത്തേണ്ടത് നമ്മളുടെ തോന്നലുകളെ മാത്രമാണ്. ആ തോന്നലുകളോട് നമ്മൾ എത്രമാത്രം ട്രൂത്ത്ഫുൾ ആണ് എന്നുള്ളതാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സോങ്സ് ഉണ്ടാക്കുമ്പോൾ. അരുതരുത് ഉണ്ടാക്കുമ്പോൾ ജെനുവിൻലി നമ്മളൊക്കെ ചെയ്യുന്നത് തെറ്റാണല്ലോ, നമ്മൾ ഈ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നുണ്ട്, നമ്മളും ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, അത് നമ്മളോടും അരുതരുത് എന്ന് പറയേണ്ടതുണ്ട്. ഇതൊന്ന് പാട്ടിലൂടെ ഓർമ്മപ്പെടുത്തിയാൽ ആരെങ്കിലും ഒരാൾ, ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളെങ്കിലും ഒന്ന് ഓർത്താലോ, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി അത് മനസ്സിൽ വെച്ചാലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. തരുണി ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ. ദേവതയല്ല, ഇതൊരു മനുഷ്യനാണ്. സ്ത്രീ എന്ന് പറയുന്നത് ദേവദാത്തം കൽപ്പിക്കുക എന്ന് പറയുന്നതാണ്. നേരെ അമ്മയാണ്, ദേവിയാണെന്ന് പറയുന്നതിൽ കാര്യമില്ല. ഈക്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നുള്ള രീതിയിൽ അപ്പൊ അതൊക്കെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്താലോ, പിള്ളേരാണെന്നുള്ളത് ആ സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ ഒരു എന്താ പറയുക, ഒരുമയുടെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതിനുള്ളൊരു ഡെഡിക്കേഷൻ പോലെയാണ് ആ പാട്ട്, ട്രിബ്യൂട്ട് പോലെ. അപ്പം അതൊരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ ഓരോ പാട്ടിനും അതിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. അതൊന്നും അല്ലെങ്കിൽ ചിലപ്പം ഒരു മൊമെന്റിന്, ഇപ്പം മോസിന്റെ പാട്ട് ചായപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലർക്കും പലതാണ്. ചായപ്പാട്ട് ചില ആളുകൾക്ക് ചായ കുടിക്കുമ്പോഴുള്ള പാട്ട്, ചിലർക്ക് അത് ലൈഫ് തന്നെയാണ്. ചായപ്പാട്ട് തന്നെ 2 ട്രാക്കുകളുണ്ട്. അതെ, രണ്ട് രീതിയിലാണ്. ചില ആളുകൾക്ക് അത് വളരെ ലൈറ്റ് ആയിട്ടുള്ള അവരുടെ നാടിനെ കുറിച്ചിട്ടുള്ള ഓർമ്മയാണ്. മോസിന് അതിന് ഒരുപാട് ലേയേഴ്സ് ഉണ്ട് എഴുതിയതിൽ, അത് വേറെ കാര്യം. എനിക്ക് അതൊരു പ്രവാസത്തിന്റെ പാട്ടായിട്ട് തോന്നാറുണ്ട് എപ്പോഴും. കാരണം ഞാൻ ഈ മലബാറിൽ ജനിച്ച് വളർന്ന ആളാണ്, മലപ്പുറം ജില്ലക്കാരിയാണ്. അപ്പൊ അവിടെ ഞാൻ എപ്പോഴും മനസ്സിലായിരിക്കും, അവിടെ ഒരു ഫോറിൻ സോപ്പോ അവിടുന്ന് കൊണ്ടുവരുന്ന ഒരു പുതപ്പുണ്ട്, ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പുതപ്പോ പൗഡറോ ഒന്നും ഇല്ലാത്ത ഒരു വീടും ഇല്ല. കാരണം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഗൾഫുകാരുണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഇത് കൊണ്ടുവരും. അപ്പോൾ ഈ പ്രവാസത്തിന്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഒരു നാടാണ്. അപ്പം എനിക്ക് ആ മറ്റേ പൂതി തീർന്നുറങ്ങണം എന്ന് ഉള്ള ആ വരി പാടുമ്പോഴൊക്കെ എനിക്ക് അവിടുത്തെ ചെറുപ്പവും അവിടെ ഉണ്ടായിരുന്ന ആ ഈ സ്പ്രേന്റെ ഗൾഫ് മണങ്ങളില്ലേ, പെട്ടി തുറക്കുമ്പോഴുള്ള വാസന, അതൊക്കെ എനിക്ക്. അപ്പം ആ പാട്ടിന് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പലർക്കും പലതാണ്. അപ്പം അവിടെയൊക്കെ തന്നെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ കുഞ്ഞു കുഞ്ഞു തോട്ട്സിനെ ഇങ്ങനെ കൊണ്ടുവെക്കാനുള്ള ഇടമാണ് ഈ സ്വതന്ത്ര സംഗീതം എന്ന് പറയുന്നത്. അതിന് വേറൊരു ഭാരവും ഇല്ലല്ലോ. ഈ എഴുതി തരുന്ന വരികൾ നമുക്കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കാറും അത് കറക്റ്റ് അങ്ങനെ ആ രീതിയിൽ കൊണ്ടുപോകാറുണ്ടോ? അത് ഓഫ് കോഴ്സ്, അത് ഇൻഡിപെൻഡൻസ് സോങ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആവട്ടെ, നേരെ മറിച്ച് നമുക്കത് എത്രമാത്രം ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പാട്ടുകളിൽ അതില്ല കേട്ടോ. ഞാൻ പറയണത് നമ്മളുടേതെന്ന്. ഇപ്പം ഞാൻ ഒരു സീസണിൽ തന്നെ ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞത് പറഞ്ഞാൽ വിഷു, ഈസ്റ്റർ, പെരുന്നാളൊക്കെ ഒരുമിച്ച് കടന്നു പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ രാവിലെ കൃഷ്ണഭക്തി ഗാനവും പാടാറുണ്ട്, ഈദിൻ്റെ പാട്ടുകൾ പാടാറുണ്ട്, പെരുന്നാളിന് വേണ്ടി റിലീസിലുള്ള പ്രത്യേക പാട്ടുകൾ, അല്ലെങ്കിൽ ക്രിസ്തീയ ഭക്തി ഗാനങ്ങൾ പാടാറുണ്ട്. അപ്പം എനിക്ക് തോന്നാറുണ്ട് ഏറ്റവും എന്താ പറയുക ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സ്പേസിലാണല്ലോ നിൽക്കുന്നത്. അതൊരു ഭയങ്കര ഭാഗ്യമായിട്ട് വിചാരിക്കാറ്. കാരണം ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥത ഒന്നാണ്, ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഫോക്കസ് ഒന്നാണ്.
ആ വരികളുടെ മുകളിലുള്ള നമ്മളുടെ എന്താ പറയുക വർക്ക് ഒന്നാണ്. ഇതിനകത്തൊക്കെ നോട്ട്സ് ആണ്, മ്യൂസിക് മാത്രമേ അവിടെ ഇതായിട്ട് വരുന്നുള്ളേ, കോമൺ ആയിട്ട്. അതിൽ എന്താ പറയുക അതിൻ്റെ വിഷയം മാറി വന്നേക്കാം, പറയുന്ന കാര്യങ്ങളും. പക്ഷെ അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചുള്ള ഇതൊക്കെ ഒന്നാണല്ലോ. രാവിലെ മുതൽ ഇപ്പോൾ ചില ദിവസം 3 or 4 പാട്ട് റെക്കോർഡ് ചെയ്യേണ്ട ദിവസമാണെങ്കിൽ ഇതേപോലെ പലതരം പാട്ടുകളാണ്. അതിനകത്ത് ഇതൊന്നും അല്ലാത്ത വേറെ തരം ഒരു പാട്ടും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് ഞാൻ രാവിലെ ഇങ്ങനെ വിചാരിക്കും, ഓ ശരിയാ, പരസ്പരം ആളുകൾ ഫൈറ്റ് ചെയ്യുന്ന കുറേ ഐഡിയോളജികൾ, അല്ലെങ്കിൽ ആളുകൾ വെറുതെ തമ്മിൽ തല്ലാണ്. ഈ പ്രശ്നമൊന്നും ഒരു പാട്ട് പാടുമ്പോൾ തോന്നാറില്ലല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതൊക്കെ വളരെ പെരിഫറലായിട്ട് കാണുമ്പോഴാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഞാൻ വിശ്വാസമുള്ള കാര്യങ്ങളാണോ, ഇതിനോട് ഞാനിത് പൂർണ്ണമായി യോജിക്കുന്നുണ്ടോ എന്ന് നോക്കില്ല. അവിടെ ഞാൻ വരുന്ന ആളുടെ ഉദ്ദേശശുദ്ധി മാത്രമേ ആലോചിക്കാറുള്ളൂ. ചില ആൾക്കാർ ഭയങ്കര ആഗ്രഹിച്ച് പാട്ടുമായിട്ടാണ് വരുന്നത്. ആ വരുന്ന ആളുകളുടെ അടുത്ത് ചിലപ്പോൾ അധികം പൈസ ഒന്നും ഉണ്ടായിരിക്കില്ല. ആ ആളുകൾ ചിലപ്പം ഒറ്റ പാട്ട് ചെയ്യാന്നുള്ളതായിരിക്കും അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഞാൻ അതിന് എത്രമാത്രം എനിക്ക് കൂടെ നിൽക്കാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കാറുള്ളൂ. ഒരു പാട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളത് ആലോചിക്കാറുള്ളൂ. നേരെ മറിച്ച് നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ പ്രോജക്റ്റ് മലബാറിക്കസിൻ്റെതായിട്ടുള്ള എൻ്റേതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുന്ന പാട്ടില്ല, അതിൽ ഞാൻ എപ്പോഴും വരികളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കാറുണ്ട്. ഏതെങ്കിലും പാട്ടുകൾ നമ്മൾ റിലീസ് ചെയ്തു, ആ പാട്ട് ആൾക്കാരെ ഏറ്റെടുത്തു, അതിനുശേഷം ഉണ്ടായ ഒരു സോഷ്യൽ ചേഞ്ചോ അല്ലെങ്കിൽ ഒരാൾക്കുണ്ടായ ഒരു മാറ്റമോ അങ്ങനെ എന്തെങ്കിലും ഒരു? ഓരോ പാട്ടിനും പല രീതിയിലുണ്ട് കേട്ടോ. ഓരോ പാട്ടിനും ഓരോ തരം ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് അവരുടെ ഇഷ്ടം പറയാറുള്ളത്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് കുട്ടികൾ, ഇപ്പം മനുവേട്ടൻ്റെ പാട്ട് മാനത്തേമ്പിളി, മനു രമേശൻ, മനുവേട്ടനാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആളാണ് മനുവേട്ടൻ. എൻ്റെ തുടക്ക സമയത്ത് ഒരു പ്രധാനപ്പെട്ട സിനിമയിൽ പാടിക്കുന്ന മനുവേട്ടൻ. അപ്പോൾ മനുവേട്ടൻ ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരു പാട്ടുണ്ട് സിത്തു, ഞാൻ ചേർത്ത് ചെയ്തു വെച്ചത്, അത് പാടാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ പോയി പാടിയ പാട്ടാണ്. അത് പാടുന്ന സമയത്തൊന്നും ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് ആ പാട്ടിന് ഉണ്ടാകും എന്നുള്ളത്. അത് നന്നായി വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, കാരണം മനുവേട്ടൻ്റെ പാട്ടായതുകൊണ്ട്. പക്ഷെ അത് ഇറങ്ങിയിട്ട് എനിക്ക് അത് ആ കൊണ്ടുവന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. കാരണം ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം. കാരണം ജനിച്ച് കുറച്ച് നാളായിട്ടുള്ള കുട്ടികൾ മുതലുള്ള ആളുകളുടെ വീഡിയോസ് എനിക്ക് അയച്ചു തരും. ഇപ്പം എൻ്റെ മരുമകൾ തന്നെ, എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞ്, അവൾ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കും. എന്നിട്ട് അവൾക്ക് ഞാൻ എന്ന് പറഞ്ഞ ഈ പാട്ടാണ് നേമ എന്ന് പറയും. ആ പാട്ട് കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ അവൾ ബാക്കി പാടും. അപ്പം ഞാൻ കഴിഞ്ഞൊരു ദിവസം എയർപോർട്ടിലൂടെ പോണ സമയത്ത് ഒരു പെൺകുട്ടി കുഞ്ഞിനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഈ മാനത്തേമ്പിളി എന്ന് പറഞ്ഞ പാട്ട്. ആ കുഞ്ഞ് ഇങ്ങനെ വയറിലുണ്ടായിരുന്ന സമയത്ത് അനങ്ങാതെ നിൽക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഈ പാട്ട് കേൾക്കും. ഇത് കേൾക്കുമ്പം അനങ്ങുന്നതായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പോൾ ആ ആളാണ് ഈ കിടക്കുന്നത് തോളത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് ഇതിൽ സത്യം എന്താണോ, അതിൻ്റെ സയൻസ് എന്താണോ, അത് എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ കുറെ ആളുകളെ ഞാൻ കാണുന്നുണ്ട് അങ്ങനെ. അപ്പൊ അതൊരു ഭയങ്കര ഹാപ്പിനെസ്. അത് അവര് ഇന്ന ആളാണെന്ന് അറിഞ്ഞിട്ടോ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും അല്ലല്ലോ, ആ മ്യൂസിക്കിനെയല്ലേ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അത് മനുവേട്ടൻ്റെ പാട്ടിന്റെയും ഒക്കെ ഒരു ശക്തിയാണ്. അതിലെനിക്ക് ഭയങ്കര ഞാൻ തമാശക്ക് പറയും, ഇവരൊക്കെ വലുതായിട്ട് വേണം എനിക്ക് അവരെ പരിചയപ്പെടാൻ, അങ്ങനെ പറയും. സിതാരേച്ചി എന്ന് പറഞ്ഞ ഒരാളെ പബ്ലിക് ആൾക്കാർക്കിടയിൽ, റൂറൽ ഏരിയകളിൽ പോയിട്ട് നാട്ടുമ്പുറങ്ങളിലുള്ള ആൾക്കാർക്ക് പോലും സിതാരേച്ചി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ആരാധനയോടെ സംസാരിക്കുന്ന ആൾക്കാർ, അതെല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർ നമ്മളിങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ചിരി വരാത്ത സ്ഥലങ്ങളിൽ ചിരിക്കേണ്ടി വരുന്ന രീതികളും അനുഭവങ്ങളും ഒക്കെ. ചിരി വരാതെ പറഞ്ഞാൽ ചിരിക്കൽ നമുക്ക് അത്ര പ്രയാസമല്ല. ചിരിക്കാനിപ്പോൾ നമുക്ക് ഒരാളോട് ചിരിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മളുടെ മൂഡുമായിട്ട് അവർക്കും ഒരു ബന്ധവുമില്ലല്ലോ, അവരത് അറിയുന്ന പോലും ഇല്ല. അപ്പം എല്ലാവരോടും പ്ലസൻ്റായിട്ട് പെരുമാറുക, ചിരിക്കുക എന്നുള്ളത് ഒട്ടും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് നമുക്ക് സന്തോഷമായിട്ടിരിക്കാനാണ് പ്രയാസം. ചിലപ്പോൾ ഈ ചിരിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. നമ്മുടെ ഉള്ളിലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം അത് ഈ ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയണത്. ഞാൻ ഉള്ള സമയം ഓരോ മൊമെൻറ്റിനെ ഇങ്ങനെ പിരിച്ച് ഒരു സെക്കൻഡായിട്ട് അതിലും കുറച്ചായിട്ട് അങ്ങ് കണക്കാക്കും. അവിടെ നമ്മൾ ചിരിച്ച് സംസാരിച്ചാൽ നമ്മളുടെ സന്തോഷം അവിടെ നിൽക്കട്ടെ, ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടായിന്ന് വരാം. അപ്പം അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. നടക്കുന്ന കാര്യമാണോ? ഒരു വിധമൊക്കെ എനിക്കത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ആളുകളെ കാണുന്ന സമയത്ത്. പിന്നെ നമ്മുടെ ഹാപ്പിനെസ്
ഉള്ളിൽ ഒട്ടും ഈ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കടങ്ങളെക്കാൾ കൂടുതൽ കൺഫ്യൂഷൻസ് ആണ് വരിക. ഈ ഇനി എന്താണ്, ഇനി സ്ട്രെസ് അങ്ങനെ ഉണ്ടല്ലോ, വർക്കിൻ്റെ പ്രഷർ, അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇത് ചെയ്യുമ്പോൾ ശരിയാവുമോ, പറഞ്ഞു കഴിഞ്ഞാൽ ഹേർട്ടാവുമോ, അങ്ങനത്തെ കുറേ തോട്ട്സ് ഇങ്ങനെ വന്നു പോണ ആളാണ് ഞാൻ. അതിനൊക്കെ അവൻ അങ്ങനെ ബാക്ക് സീറ്റിൽ ഇരുത്തും. സ്റ്റേജിലെത്തുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഓരോരുത്തരോടല്ലല്ലോ ഇൻട്രാക്ട് ചെയ്യുന്നത്, ഒരു കൂട്ടം ആളുകളെ ഒന്നായിട്ട് കാണുകയാണ്. അപ്പം ഓരോ നാടിനും ഓരോ കൾച്ചർ ഉണ്ടായിരിക്കും, ആസ്വദിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. സിറ്റീസിലോ അല്ലെങ്കിൽ മെട്രോ സിറ്റീസിലോ ഉള്ള പോലെ ആയിരിക്കില്ല ഈ പറഞ്ഞ മാതിരി റൂറൽ ഏരിയകളിൽ പോകുമ്പോൾ. നമ്മളിപ്പം നോർത്ത് കേരള പോകുന്നു, അല്ലെങ്കിൽ എല്ലാം ഞങ്ങളെല്ലാ എന്താ പറയുക ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ കുറേ നാളുകൾ പ്രോഗ്രാം നടക്കാത്ത സ്ഥലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുക ഇങ്ങനത്തെ പരിപാടിയൊന്നും ചിലപ്പോൾ ഇവിടെ ഇതാവില്ല, വർക്കാവില്ല എന്ന്. പക്ഷെ ഏറ്റവും മനോഹരമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളതും അകമഴിഞ്ഞ് ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ പെരുവണ്ണാമൊഴി ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ട് അവിടെ എപ്പോഴും അങ്ങനെ പ്രോഗ്രാംസ് വരാറില്ല എന്ന് അവിടുത്തെ ആളുകൾ തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അവിടെയുള്ള നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ഒരു നാച്ചുറൽ ആംഫി തിയേറ്റർ പോലത്തെ ഒരു സ്ഥലമാണത്, അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശവും. അവിടെ മുഴുവൻ ആൾക്കാരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ തരം പ്രോഗ്രാമുകളല്ല വരാറുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ LED വാളും അതിനകത്ത് വാളിൽ കുറേ പിക്ചേഴ്സും ലൈറ്റ്സും ഒക്കെ കൂടിയുള്ളൊരു ഒരു കോൺസെപ്റ്റ് ഷോനൊരു വേറെ സ്വഭാവം ഉണ്ടല്ലോ. പക്ഷെ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയും വന്ന് കയറുന്നത് മുതൽ പോകുന്നത് വരെ ഭയങ്കര വാംത്ത് നമുക്ക് തോന്നുകയാണ്. ഇവിടെ നമ്മൾ സാധാരണ ആളുകൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പേടിയേക്കാൾ കൂടുതൽ ഇവരുടെ ഇടയിൽ നമുക്കൊന്നും പറ്റില്ല, നമ്മൾ ഇവർ നോക്കിക്കോളും എന്നുള്ളൊരു തോന്നൽ അത് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ചും റൂറൽ ഏരിയകളിൽ. പല തരത്തിലുള്ള ഇമോഷൻസ്, പല തരത്തിലുള്ള സിറ്റുവേഷൻസിന് ഞാനിങ്ങനെ സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യം വരുന്നത് ഒരു ഭയപ്പാടാണ്. നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാരോട് പോലും നമ്മളുടെ തോട്ട്സിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നൊരു സമയമാണ്. ചെറിയ ചെറിയ പോസുകൾ ആവശ്യമാണ് എപ്പോഴും. നമ്മൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പം എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ഒക്കെ ഒരു പ്രശ്നമായി വരുന്നുണ്ടെങ്കിൽ അത് പാടട്ടെ.